വളരെ ഗുരുതരമായ ആരോപണമാണ് ഭരണപക്ഷ MLA പറഞ്ഞിരിക്കുന്നത്. അത് ഏതെങ്കിലും ഒരു ഭരണപക്ഷ MLA അല്ല. പിണറായി വിജയനെ പിതൃസ്ഥാനീയനായി കാണുന്നു. ഇപ്പോൾ ഭരണപക്ഷത്തുള്ള ബാക്കി 99 MLAമാരിൽ 98 പേരും പിണറായി വിജയനെ പിതൃതുല്യനായിട്ടൊന്നും കാണുന്നു നമ്മൾ വിചാരിക്കുന്നില്ല. പിണറായി വിജയനെ പിതൃതുല്യനായി കാണുന്ന, തിരിച്ച് ശ്രീ രാഹുൽ ഗാന്ധിയെ പോലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിന്റെ DNA പരിശോധിക്കണമെന്ന് ആക്ഷേപിക്കുമ്പോൾ മുഖ്യമന്ത്രി കവചമൊരുക്കുന്ന തരത്തിലാണ് പരസ്പരമുള്ള അവരുടെ ബന്ധം. അങ്ങനെ ഒരു വ്യക്തി സംസ്ഥാന ആഭ്യന്തര വകുപ്പിനെതിരായിട്ട് അത്ര ഗുരുതരമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനകത്തെ ഏറ്റവും ഗ്രാവിറ്റി കുറഞ്ഞ ആരോപണമായി SP ഓഫീസിലെ മരമുറി മാറിയിരിക്കുകയാണ്. അതിൽ തുടങ്ങുന്ന വിഷയമാണല്ലോ സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ട്. അപ്പം നമുക്കറിയാം, താനൂരിലെ കസ്റ്റഡി മരണം, കൊലപാതകം. ആ കസ്റ്റഡി കൊലപാതകം സ്വർണ്ണക്കടത്ത് സംഘത്തിലെ ഇൻഫോർമറെ വകവരുത്തുവാൻ വേണ്ടിയിട്ട് SP സുജിത് ദാസിന്റെ നേതൃത്വത്തിൽ ബോധപൂർവമായി നടത്തിയതാണെന്ന് പറയുന്നു. സംസ്ഥാനത്തിനകത്തെ സ്വർണ്ണ കള്ളക്കടത്ത് സംഘത്തിന്റെ പൊട്ടിക്കൽ സംഘവുമായി ADGP അജിത് കുമാറിനെ പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, ഇപ്പൊ ADGP അജിത് കുമാറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ DGP പദവിയില്ല എന്നേ ഉള്ളൂ. ഈ സംസ്ഥാനത്തെ ലോ ആൻഡ് ഓർഡർ മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് അജിത് കുമാറാണ്. ഇപ്പൊ 14 ജില്ലകളിലും, സാധാരണ 14 ജില്ലകളിലേക്കും വ്യാപിക്കുന്ന ഒരു സർക്കുലർ പുറത്തുവിടേണ്ടത് DGPയുടെ ചുമതലയാണ്. എന്നാൽ 14 ജില്ലകളിലും സ്വന്തമായി ഇന്റലിജൻസ് സംവിധാനം ഒരുക്കുവാൻ വേണ്ടിയിട്ട് മാത്രം ശക്തനായ, സ്വർണ്ണക്കടത്ത് കേസിനകത്ത് സ്വപ്ന സുരേഷിനോട് മീഡിയേറ്ററായി സംസ്ഥാന സർക്കാർ ഉപയോഗിച്ച ആ തരത്തിൽ പവർഫുള്ളായ ഒരു ഉദ്യോഗസ്ഥൻ സ്വർണം പൊട്ടിക്കൽ സംഘത്തിലെ അംഗമാണ് എന്ന് പറയുമ്പോൾ അതിനകത്ത് മുഖ്യമന്ത്രിക്ക് അടക്കമുള്ള ആളുകൾക്ക് പങ്കുണ്ടെന്ന് വ്യക്തമാകുകയാണ്. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി P ശശിയും കേരളത്തിന്റെ DGPയായി ADGP അജിത് കുമാറും മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗുരുതരമായ എത്ര വിഷയങ്ങളാണ് നിങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകരുടെ, ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകരുടെ ഫോൺ കോളുകൾ ചോർത്തുക. നമ്മൾ നരേന്ദ്രമോദിയിലും അമിത്ഷായിലുമൊക്കെ ആരോപിക്കുന്ന, ആക്ഷേപിക്കുന്ന കുറ്റകൃത്യമാണ് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ തരത്തിൽ ഇപ്പം വ്യക്തിപരമായി പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അത് വലിയ ആക്ഷേപം CPM-ഉം BJP ഒരേ ശബ്ദത്തിൽ ഉയർത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമം പുറത്തു കൊണ്ടുവരുന്ന വാർത്ത എന്താ, ആ വിഷയത്തിനകത്ത് അന്ന് തന്നെ ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞതാണ്, ഏത് തരം അന്വേഷണം വേണമെങ്കിൽ നിങ്ങൾക്ക് നടത്താം. അതിപ്പം പിണറായി വിജയൻ പറയുന്ന പോലെ കൈശുദ്ധമാണെന്ന് പറയുന്നതല്ല. നിങ്ങൾ ഏത് തരം അന്വേഷണം വേണമെങ്കിലും നടത്തിക്കൂ, ഒരു പ്രതിരോധവും, നിയമപരമായ പ്രതിരോധം പോലും എടുക്കില്ല എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത്. ഇപ്പൊ ഏറ്റവും പുതുതായിട്ട് ഈ വിവാദങ്ങളുടെയും വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ പുറത്തേക്ക് വരുന്ന വിവരം എന്താ, ആ വിഷയത്തിനകത്ത് P ശശി ADGP അജിത് കുമാറിനോട് ആവശ്യപ്പെട്ടിരുന്നു ഒരാഴ്ചക്കുള്ളിൽ എന്നെയും ഷാഫി പറമ്പിലിനെയും അറസ്റ്റ് ചെയ്യണമെന്ന്. അപ്പം പ്രതിപക്ഷത്ത് നിൽക്കുന്ന മുഴുവൻ ആളുകളെയും ഇൻഡിവിജ്വലി ടാർഗറ്റ് ചെയ്ത് ടാർണിഷ് ചെയ്യുന്ന രീതിയിലേക്ക് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനെ, ഇപ്പം CPM-ന്റെ യൂണിഫോംഡ് ആയിട്ടുള്ള കൊട്ടേഷൻ സംഘമായി കേരളത്തിലെ പോലീസ് വകുപ്പിനെ ADGP, ആ കൊട്ടേഷൻ സംഘം തലവൻ, അതായത് കൊടിസുനിയെ പോലെയാണ് കൊടി അജിത് കുമാർ. കൊടിസുനി CPM-ന് വേണ്ടി എങ്ങനെയാണോ കൊട്ടേഷൻ പ്രവർത്തനം നടത്തുന്നത്, അതേ രീതിയിൽ കൊടി അജിത് കുമാർ യൂണിഫോം ഇട്ടുകൊണ്ട് കൊട്ടേഷൻ പ്രവർത്തനം നടത്തുന്നുവെന്ന് ഭരണപക്ഷത്തെ ഏറ്റവും പ്രമുഖനായ, CPM ഏതെല്ലാം വിഷയങ്ങൾ പ്രതിരോധത്തിൽ പോകുന്നു ആ വിഷയങ്ങളിലെല്ലാം CPM-ന് വേണ്ടി ബാറ്റ് ചെയ്യാൻ ഇറങ്ങുന്ന ശ്രീ രാഹുൽ ഗാന്ധിയെ പോലും നീചവും നിന്ദ്യവുമായ വാക്കുകളിൽ അധിക്ഷേപിക്കുവാൻ CPM ചുമതലപ്പെടുത്തുന്ന ഒരു ഭരണപക്ഷ MLA തന്നെ പറഞ്ഞത് വളരെ ഗുരുതരമാണ്. ഈ വിഷയത്തിനകത്ത് വളരെ വിശദമായ കോടതി നിയന്ത്രണത്തിലുള്ള ഒരു അന്വേഷണം ആവശ്യമാണ്. ഇപ്പം നമ്മളിപ്പോൾ പോലീസിനെ കൊണ്ട് തന്നെ വീണ്ടും അന്വേഷിപ്പിച്ചിരുന്നതിൽ പ്രസക്തി ഉണ്ടോ? ഈ പോലീസിനെ മുഴുവനായി കൈകാര്യം ചെയ്യുന്നത് അജിത് കുമാറാണ്. അപ്പൊ അജിത് കുമാറിനെ പോലെ ഒരാൾ അവിടെ ഇരിക്കുമ്പോൾ ഒരു SP, ആ SP മറ്റൊരു ക്രിമിനലാണ്. ആ സുജിത് ദാസ് എന്ന് പറയുന്ന ആള്, അയാൾ പറഞ്ഞത് ഞാൻ അൻവറിന്റെ ദാസനായി മാറാമെന്ന. ഈ SP-മാരോടും പോലീസുകാരോടും ഒക്കെ പറയേണ്ടത്, നിങ്ങൾ ഈ MLA-മാരുടെ അജിത് കുമാറിന്റെയൊക്കെ ദാസനാകാതെ ഈ നിയമത്തിന്റെയും നീതിന്യായത്തിന്റെയൊക്കെ ദാസന്മാരായി മാറിക്കഴിഞ്ഞാൽ ജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകും. ആ ക്രിമിനലായ സുജിത് ദാസ് ഒരു ക്രിമിനലാണ്. കസ്റ്റഡി കൊലപാതകം നടത്തിയ സ്വർണ്ണക്കടത്ത് കേസിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ഒരാളാണ് സുജിത് ദാസ്. ആ സുജിത് ദാസിനെ പോലെ ക്രിമിനലാണെന്ന് പറയണമെങ്കിൽ ഇപ്പം ദാവൂദ് ഇബ്രാഹിം എത്ര ചെറുതാണ് അജിത് കുമാറിന്റെ മുന്നിലെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു നെക്സസ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് ഒരു കാര്യം കൂടെ, അതിന് കവചം കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് തൃശൂർ പൂരം കൊളമാക്കാൻ കേരള പോലീസ് സഹായിച്ചു എന്നാണ് പറയുന്നത്. തൃശൂർ പൂരം കൊളവാക്കാൻ BJP ശ്രമിച്ചു എന്നല്ല, കേരള പോലീസ് സഹായിച്ചു BJPക്ക് വഴിവെച്ചു കൊടുക്കാൻ. അപ്പൊ അത് സ്വാഭാവികമായിട്ട് P ശശിയുടെയും അജിത് കുമാറിന്റെയും മാത്രം കമാൻഡിൽ നിൽക്കുന്നതാണോ? ശ്രീ പിണറായി വിജയന്റെ താല്പര്യമായിരുന്നു തൃശൂരും തിരുവനന്തപുരവും BJP ജയിക്കുക എന്നുള്ളത്. അവർ തമ്മിലുള്ള ഡീലുണ്ടല്ലോ. അപ്പൊ അത് പ്രതിപക്ഷം ഇന്നലകളിൽ ഉന്നയിക്കുകയും അന്ന് ഇവരെല്ലാവരും പരിഹസിക്കുകയും ചെയ്ത ആരോപണങ്ങൾ ഒന്നൊന്നായി പുറത്തേക്ക് മറന്നേക്ക് പുറത്തേക്ക് വരുന്ന കാഴ്ച നമ്മൾ കാണും. ആരെ വെച്ചിട്ട് പരിശോധിക്കും? MV ഗോവിന്ദനെ ഇതൊക്കെ പരിശോധിക്കാനായിട്ടിരിക്കുന്ന ഏജൻസി ഏതാ? കേരള പോലീസ് അല്ലേ? ആ കേരള പോലീസ് നൊട്ടോറിയസ് നെക്സസ് ആയി മാറിയിരിക്കുന്നു. കേരള പോലീസിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഉദ്യോഗസ്ഥൻ ദാവൂദ് ഇബ്രാഹിം അതിനേക്കാൾ ഭേദമാണെന്ന് ഭരണപക്ഷത്തിന്റെ MLA പറയുമ്പോൾ പിന്നെ ആരെ വെച്ചിട്ടാണ് ഗോവിന്ദ മാഷ് അന്വേഷിക്കാൻ പോകുന്നത്?
AK ബാലനെ ശ്രീമതി ടീച്ചറിന്റെ കമ്മീഷൻ വീണ്ടും വെക്കൂ? അത് തീവ്രതയിലേ ഇളക്കാറുള്ളൂ. പോലീസിനകത്ത് നൊട്ടോറിയസ് ക്രിമിനൽ ആക്ടിവിറ്റീസിനെ ഇളക്കാനുള്ള മാപിനി അവരുടെ കയ്യിലില്ലല്ലോ. അപ്പൊ ഈ വിഷയത്തിനകത്ത് കോടതി നിയന്ത്രണത്തിലുള്ള ഒരു കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണമാണ് ആവശ്യം.